നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് ഏകോദര സോദരർ നാം. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. സുകുമാരൻ ചാലിഗദ്ധ എഴുതിയ കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന ഗോത്ര കവിതയാണ് പാഠഭാഗം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. സുകുമാരൻ ചാലിഗദ്ധ. കേരളത്തിലെ ഗോത്രകവികളിൽ ശ്രദ്ധേയനാണ് സുകുമാരൻ ചാലിഗദ്ധ എന്ന പേരിൽ എഴുതുന്ന ബേത്തിമാരൻ. വയനാട്ടിലെ കുറുവ ദ്വീപിന് സമീപം കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ചാലിഗദ്ധയിലാണ് താമസം. റാവുള ഭാഷയിലും മലയാളത്തിലും അദ്ദേഹം എഴുതുന്നു. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. കഥകളും പാട്ടുകളും തിരക്കഥകളും എഴുതാറുണ്ട്. തെരുവ് നാടകങ്ങൾ, നാടകം, ഡോക്യുമെൻ്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ, സിനിമ എന്നിവയിലും റേഡിയോ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു, നിന്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും, മഴഭാഷ, കൂരി, ഏട്ടക്കൂരി, ബേത്തിമാരൻ. ഇത് ഓർമ്മക്കുറിപ്പാണ്. കുറു, ആനക്കഥകൾ. കവിതയ്ക്ക് മുൻപേ കൊടുത്തിരിക്കുന്ന ലിങ്കിലെ ആശയം കൂടി പരിശോധിക്കാം. കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും ചില കാഴ്ചകൾ കൂടുതൽ തിളങ്ങുന്നു. സന്തോഷമുണ്ടാകുമ്പോഴും സങ്കടം വരുമ്പോഴും കണ്ണുകൾ നിറയാറുണ്ട്. സമത്വസുന്ദരമായ കാഴ്ചകളാണ് കണ്ണുകളെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത്. ജീവിത വൈരുദ്ധ്യങ്ങൾ ഉൾക്കാഴ്ചകളെ തീക്ഷ്ണമാക്കുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഈ വരികളുടെ ആശയം. സുകുമാരൻ ചാലിഗദ്ധയുടെ കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന കവിത ഗോത്ര ജനതയ്ക്കുമേൽ നടക്കുന്ന കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതികരണമാണ്. വയനാട് ജില്ലയിലെ അടിയ വിഭാഗത്തിൻ്റെ ഭാഷയിൽ, അതായത് റാവുള ഭാഷയിൽ എഴുതപ്പെട്ട ഈ കവിത അധിനിവേശങ്ങൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ്. വനവിശാലതയിൽ അഭിരമിക്കുന്ന ജീവജാലങ്ങളെ നിഷ്കളങ്കമായും സൗന്ദര്യാത്മകമായും ആവിഷ്കരിക്കുന്നതോടൊപ്പം ഗോത്ര ജനതയുടെ പ്രതിരോധ ശബ്ദവും കവിത ഉൾക്കൊള്ളുന്നു. വനക്കാഴ്ചകളെ കവി സുന്ദര ബിംബങ്ങളാക്കി മാറ്റുന്നതും ഈ കവിതയിൽ കാണാം. ഇനി നമുക്ക് കവിതയുടെ പരിഭാഷ വായിക്കാം. ഏട്ടക്കൂരി. ഇന്നലെ ഒരു കാട്ടാന പെറ്റു വീണ കുഞ്ഞ് കറുത്തത്, ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. ഇന്നലെ പെറ്റ കാട്ടാനക്കുഞ്ഞിൻ്റെ നിറം കറുത്തതാണ്, കാടിൻ്റെ നിറമാണ് അവനും എന്നാണ് ഇവിടെ കവി പറയുന്നത്. കറുത്ത കാട്. അങ്ങനെ പറയുമ്പോൾ കാടിൻ്റെ ആ ഒരു സാമ്യം, അതിൽ വളരുന്ന കാട്ടാനക്കുഞ്ഞിനും കറുപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏകതാനത അവിടെ ഉറപ്പിക്കുകയാണ്. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ അവരുടെ വീട്ടുതിണ്ണ കെട്ടുന്നുണ്ട്. കാക്കയ്ക്ക് ഇരയായേക്കാം, എങ്കിലും മീനുകൾക്ക് മറ്റൊരു ഇടമില്ല. ഇര തേടി ഇറങ്ങിയ നീർക്കാക്കയ്ക്ക് മുന്നിൽ വീട്ടുതിണ്ണ പോലെ ചേർന്ന് നിൽക്കുന്ന മീനുകൾ പ്രതിരോധമാകുന്നു. ആ കാഴ്ച ആസ്വാദകർക്ക് ദൃശ്യഭംഗിയും നൽകുന്നുണ്ട്. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു, മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മുക്കുത്തി വേണം. സ്വച്ഛന്തമായ ഒരു ആവാസ വ്യവസ്ഥ അവർക്ക് നഷ്ടമാവുകയാണ്. കാട്ടുമരത്തിലെ മരവാഴപ്പൂക്കൾ, മരവാഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാട്ട് ഓർക്കിഡുകൾ എന്നാണ് കവിതയിൽ പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന അർത്ഥം. അങ്ങനെയുള്ള കാട്ടിലെ മരവാഴപ്പൂക്കൾ തങ്ങൾക്ക് വധുവിനെ തേടുകയാണ്. മുങ്ങാങ്കുഴിയിടുന്ന കല്ലുന്തി മീനുകൾക്ക് മുക്കുത്തി വേണമെന്ന് മോഹമുണ്ട്. കളങ്കമറ്റ തനത് ജീവിതത്തിൽ അവർക്കും സ്വപ്നങ്ങളുണ്ട്. കാട്ടിലെ സ്വാഭാവിക ജീവിതത്തിന് മറ്റൊരു സൗന്ദര്യമാണ്. ഇവിടെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു എന്നും മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മുക്കുത്തി വേണമെന്നൊക്കെ പറയുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള ജീവിതത്തെക്കുറിച്ച് കൂടി ഇവിടെ സൂചന നൽകുന്നുണ്ട്. കാട്ടുവാസികളാണെങ്കിലും അവർക്ക് അവരുടേതായ സ്വപ്നങ്ങൾ കാണാനും ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുമുള്ള അവകാശമുണ്ട്. അതിലേക്ക് കൈകടത്തരുത് എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട്. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു, പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്കോടിക്കളഞ്ഞു. ഇവിടെ നരസി എന്നും പൊൻകുഴി എന്നൊക്കെ പറയുന്നത് വയനാട്ടിലെ പുഴകളെക്കുറിച്ചാണ് പറയുന്നത്.
കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസിയാണ് നരസിപ്പുഴയ്ക്ക് നര വന്നത്. വെള്ളം വറ്റി വെള്ളാരം കല്ലുകൾ തെളിയുന്ന കാഴ്ച. അപ്പോൾ അവിടെ വെള്ളം ക്ഷയിച്ചു വരികയാണ്. അതായത് നരസിപ്പുഴ മരണത്തിൻ്റെ വക്കിലാണ് എന്ന സൂചനയാണത്. പൊന്നും ചുമന്നു വന്ന പൊൻകുഴിപ്പുഴയാകട്ടെ കാട്ടിലേക്ക് ഓടിക്കളയുകയും ചെയ്തു. ഈ പുഴകളെല്ലാം തന്നെ വയനാടൻ വനങ്ങളുടെ ഇരുളും തെളിവും തലോടലും ഏറ്റ് ഒഴുകുന്നവയാണ്. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലും. കൈതപ്പൂവിന് കാറ്റ് വഴിവെട്ടുന്നുണ്ട്. അവിടുത്തെ ജീവജാലങ്ങൾക്ക് തങ്ങൾക്ക് ചുറ്റും വളരുന്ന വലയങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. ഉറങ്ങുന്ന കാട്ടുമുയലിന് തനിക്ക് കെണിയൊരുക്കുന്ന വല വെറും പുല്ലാണ്. ആ ജൈവികതയിൽ അതിജീവനത്തിൻ്റെ കരുത്തും സൗന്ദര്യവും കാണാം. പുഴ വെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. പുഴ വെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും മനം മയക്കുന്ന സൗന്ദര്യമുണ്ട്. വാളയും ഏട്ടക്കൂരിയും ഒക്കെ ഒരുതരം മത്സ്യമാണ്. കണ്ണെഴുതിയ മാമലകളെ ആരൊക്കെയോ കണ്ണു വെച്ചിട്ടുണ്ട്. കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുകയാണ്. ആ കുന്നുകൾ മരണാസന്നമായിരിക്കുന്നു. ആരൊക്കെയോ നാടെന്ന പോലെ കാടും എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വനജീവിതത്തിലേക്കുള്ള നഗരത്തിൻ്റെ അതിക്രമം അല്ലെങ്കിൽ പുറം ലോകത്തിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കുന്നുകളും മലകളുമൊക്കെ ഇടിച്ചു നിരപ്പാക്കപ്പെടുന്നു. വികസനത്തിൻ്റെ പേരിൽ പാലങ്ങളും റോഡുകളും ഡാമുകളും ഒക്കെ വരുമ്പോൾ ജൈവികമായ ആവാസ വ്യവസ്ഥയിൽ താളം തെറ്റുന്നു എന്നൊക്കെയുള്ള സൂചനയാണ് ഇവിടെ തരുന്നത്. വെളുത്ത ചോര കക്കുന്നു എന്നുള്ളത്, പൊതുവെ ചോര ചുവന്ന നിറമാണ്. ഇവിടെ വെളുത്ത ചോര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ലുകൾ പൊടിയുന്നതിൻ്റെ, മലകൾ ഇടിച്ചു നിരപ്പാക്കുന്നതിൻ്റെയൊക്കെ സൂചനയാണ് നൽകുന്നത്. ഞാൻ ഓടിച്ചാടിക്കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. കവി ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം ഇന്ന് അങ്ങാടി കാണുകയാണ്. എല്ലാം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സൂചന. വനഗ്രാമങ്ങൾ നാഗരികമാവുകയാണ്. ഇരുന്നിരുന്ന മരത്തിലൊക്കെ വഴുക്കലാണ്. പുഴ അളന്നെടുക്കുന്നവരും മരം മുറിച്ചെടുക്കുന്നവരും പരിഷ്കാരമോ യാന്ത്രികമായ വികസനമോ തീർത്ത് പ്രകൃതിയിൽ കടന്നു കയറുകയാണ്. അപ്പോൾ ഇല്ലാതാകുന്നത് ഒരു സഞ്ചിത സമൂഹവും അവരുടെ ഭാഷയും സംസ്കാരവുമാണ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്ത കാലത്തും രക്ഷയില്ല. സ്വർണ്ണ നിറമുള്ള ഏട്ടക്കൂരി അതൊരു മത്സ്യമാണ്. കാട്ടുപുഴയിലെ അഴകുള്ളൊരു മത്സ്യമാണ്. ഉപ്പുകലർന്ന സമുദ്രമല്ല, ശുദ്ധവും ശീതളവുമായ കാട്ടാറുകളാണ് ഈ മീനുകളുടെ ഇഷ്ടസ്ഥാനം. 7 മലകൾ ചാടിയും 7 പുഴകൾ കടന്നും പുതുജന്മമേകാൻ പോകുന്ന ഏട്ടക്കൂരിക്കും രക്ഷയില്ല. ഇവിടെ ഊത്തകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീനുകളുടെ പ്രജനന കാലമാണ്. ഈ അവസ്ഥയിൽ പോലും അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ആവാസ സ്ഥാനങ്ങളിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സാധാരണ അവരുടെ വംശം നിലനിർത്തുന്ന കാലം കൂടിയാണിത്. പക്ഷെ ആ സമയത്തും അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ അധികം താമസിയാതെ തന്നെ ഇവർക്കൊക്കെ, ഈ ജീവജാലങ്ങൾക്കൊക്കെ വംശനാശം സംഭവിക്കാൻ ഇടയില്ലേ എന്ന ചോദ്യവും അവിടെ വരുന്നുണ്ട്. കവിതയിൽ ആദ്യാവസാനം വരെ ചേതനവും അചേതനവുമായതിൽ എല്ലാ മാനുഷിക ഭാവങ്ങൾ പ്രകടമാകുന്നുണ്ട്. വംശവും സംസ്കാരവും ഭാഷയും മുറിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ അടയാളപ്പെടുത്തലായി ഏട്ടക്കൂരി എന്ന കവിത മാറുന്നു. എല്ലാ മനുഷ്യരിലും പ്രകൃതിയും കാടും നാടും തുല്യമാണ് എന്ന ഉയർന്ന ഭരണഘടനാ മൂല്യത്തിലേക്കാണ് ഈ കവിതയുടെ ആശയം ചെന്നുചേരുന്നത്. ഇത്രയുമാണ് കവിതയുടെ ആശയം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. ദൃശ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. പുഴയിൽ വീട്ടുതിണ്ണ കെട്ടുന്ന മീനുകൾ, മരവാഴപ്പൂക്കൾ പെണ്ണിനെ തേടുന്നു, മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീൻ, പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു, ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവ്,
നരസിക്ക് നര വീണു, പുഴ വെട്ടി നീന്തുന്ന വാള, കര വെട്ടിച്ചാടുന്ന ഏട്ടക്കൂരി. അതിമനോഹരമായ പ്രകൃതി ബിംബങ്ങളാണ് അല്ലെങ്കിൽ ദൃശ്യബിംബങ്ങളാണ് ഏട്ടക്കൂരി എന്ന കവിതയിൽ ഉള്ളത്. വെള്ളത്തിൽ നിരകൾ തീർത്ത് തിണ്ണ പോലെ നിശ്ചലമായി നിൽക്കുന്ന മീനുകളുടെ കൗതുക കാഴ്ച, നരസിപ്പുഴയിൽ മുങ്ങാങ്കുഴിയിട്ട് നടക്കുന്ന കല്ലുന്തി മീനും അവരുടെ സൗന്ദര്യാത്മക ചിന്തയുടെ ഭാഗമായി അവർക്കൊരു മുക്കുത്തി വേണമെന്നുള്ളതും മനോഹരമായ ദൃശ്യങ്ങളാണ്. പൊന്നും ചുമന്ന് പൊൻപുഴ കാട്ടിലേക്ക് ഓടിമറയുന്ന ചിത്രവും കവിതയിലുണ്ട്. മറ്റൊരു രസകരമായ ചിത്രമാണ് ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂവ്. കല്ലുകൾ ഉരസി ഉരസി നരസിപ്പുഴയ്ക്ക് നര വീണു എന്നത് മറ്റൊരു മനോഹരമായ കൽപ്പനയാണ്. നീന്തിയും ചാടിയും ഉല്ലസിക്കുന്ന വാളമീനും ഏട്ടക്കൂരിയും സവിശേഷ സൗന്ദര്യ ദൃശ്യങ്ങൾ പകരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, കവിതയിലെ ഗോത്രഭാഷാപദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഗോത്രഭാഷാപദം കെത്തളു, അതിൻ്റെ പ്രാദേശിക പദമാണ് ഏട്ടക്കൂരി. കാണി, കാണുന്നില്ല, രക്ഷയില്ല എന്നൊക്കെ അർത്ഥം. ഏവു, ഏഴ്. പുള്ളെ, കുഞ്ഞ്. കാടില, കാട്ടിലെ. മൂക്കുബെട്ടു, മൂക്കുത്തി. ഒറ്റിമലഞ്ച, ഒളിഞ്ഞു നോക്കിയ. ചാന്തു, ചന്തം. ഊത്തെകാലം, പ്രജനന കാലം. ഇനിയും ധാരാളം ഗോത്രഭാഷാ പദം നമുക്ക് കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ പ്രാദേശിക പദം കണ്ടെത്തി ഈ പട്ടിക വിപുലീകരിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. കവിയുടെ വേദനയിൽ സമത്വബോധത്തിൻ്റെ വിശാലതലങ്ങൾ കണ്ടെത്താനാവുമോ? ചർച്ച ചെയ്യുക. വനപ്രദേശങ്ങളിൽ നടക്കുന്ന മനുഷ്യൻ്റെ കടന്നുകയറ്റവും അതിലൂടെ പ്രകൃതിക്ക് നേരിടേണ്ടി വരുന്ന പീഡനവും വ്യക്തമാക്കുന്ന ഒരു രൂപകമാണിത്. കാടിൻ്റെ വേദന തൻ്റെയും വേദനയാണെന്ന് കവി തിരിച്ചറിയുന്നു. കുത്തി വീണ കല്ലുകൾ എന്നത് പ്രകൃതിയുടെ സ്വാഭാവിക ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. പാറകൾ, കുന്നുകൾ, മലനിരകൾ. മനുഷ്യൻ്റെ ആക്രമണത്താൽ അവ കുത്തി വീഴുന്നു. സാധാരണ ചോര ചുവപ്പ്, എന്നാൽ കല്ലിന് ചോരയില്ല. ഉയരുന്ന മണ്ണും പൊടിയും വെളുത്ത ചോര പോലെ എന്ന സാമ്യകൽപ്പനയിൽ ജൈവ സ്വഭാവം കാണാം. ചോര കക്കുക എന്നതിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ മുറിവിൻ്റെ സചേതന ഭാവമുണ്ട്. ഭൂമിയിലെ അജൈവ വസ്തുക്കളെല്ലാം ജീവനുള്ളവയായി പരിഗണിക്കുന്നതിലെ സമത്വചിന്ത ഇവിടെ പ്രകടമാണ്. തദ്ദേശവാസികളെ പോലെ മലകൾക്കും അവരെ ചൂഷണം ചെയ്യുന്നവരുടെ കണ്ണേൽക്കുന്നു. ഇരകളാക്കപ്പെടുന്നതിൻ്റെ നിസ്സഹായത സമഭാവത്തോടെ കവി തിരിച്ചറിയുന്നു. ഇനി അടുത്ത ചോദ്യം. ഏഴുമലകൾ ചാടിയിട്ടും ഏഴുപുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്ത കാലത്തും രക്ഷയില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തുള്ളത്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഇത് കവിതയിലെ ഏറ്റവും ശക്തമായ പ്രതീകാത്മകങ്ങളായ ദൃശ്യങ്ങളാണ്. പ്രകൃതിയുടെയും ഗോത്രജനതയുടെയും അതിജീവന സമരത്തെ ഇതിലൂടെ കവി ഗൗരവതരമായി ഉന്നയിക്കുന്നു. ഏട്ടക്കൂരി ഏഴുമലയും ഏഴുപുഴയും കടന്നു പോകുന്നത് ജീവിക്കാനുള്ള അത്യന്തം കഠിനമായ യാത്രയെ സൂചിപ്പിക്കുന്നു. ഗോത്രജനതയ്ക്കും തങ്ങളുടെ ഭൂമിയും തിരിച്ചറിവും സംസ്കാരവും രക്ഷിക്കാനായി നിത്യസമരം തുടരേണ്ടി വരുന്നതിൻ്റെ പ്രതിരൂപമാണിത്. ഊത്തകാലം എന്നത് ഗോത്രഭാഷയിൽ മീനുകളുടെ പ്രജനന കാലമാണ്. ഏറെ പരിഗണനയും കരുതലും ലഭിക്കേണ്ട പ്രജനന കാലത്ത് പോലും ഗോത്രവർഗം അസ്വസ്ഥരാണ്. വേണ്ടത്ര സഹായം ലഭിക്കാതെ സ്വാസ്ഥ്യമില്ലാതെ തള്ളി നീക്കേണ്ട അവസ്ഥ. അതിജീവനത്തിന് സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം വിഫലമാകുന്നു. ഏട്ടക്കൂരി തിരിച്ചിറങ്ങുന്നു. ഇത് അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ അഭയം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. അവരുടെ സംസ്കാരവും ഭാഷയും നിലനിൽപ്പും മാഞ്ഞു പോകുന്നതിൻ്റെ സൂചന കൂടിയാണിത്. അടുത്ത ചോദ്യം. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വിവരിക്കുക. കല്ലുകൾ പരസ്പരം ഉരസിയപ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ചലനം, വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവയെ കവി ജീവിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാക്കുന്നു. വാർദ്ധക്യത്തിലാണ് സ്വാഭാവികമായ മരണം സംഭവിക്കുന്നത്.
കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നര വീണു എന്നത് പുഴയുടെ അന്ത്യം അകാലത്തിൽ സംഭവിക്കുന്നു എന്ന സൂചന നൽകുന്നു. ഉരസി ഉരസി എന്ന ആവർത്തനം പുഴയുടെ തുടർച്ചയായ ഒഴുക്കും കല്ലുകളുടെ നിരന്തരമായ ഉരുസലും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ആവർത്തന ഭംഗിയുണ്ട്, അത് കാവ്യഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. അതോടൊപ്പം വരികളിലെ ആന്തരിക അർത്ഥവും കാവ്യഭംഗിക്ക് കാരണമാകുന്നു എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം. കേരളത്തിൽ അനവധി ഗോത്രഭാഷകൾ ഉള്ളതിൽ ഒന്നിലാണ് നാം പരിചയപ്പെട്ട കെത്തളു എന്ന കവിത രചിച്ചിട്ടുള്ളത്. ഇതുപോലെ മറ്റു ഗോത്രഭാഷകളിൽ നിന്ന് ലഭ്യമാകുന്ന രചനകളും വാമൊഴി പാട്ടുകളും ശേഖരിച്ച് പാരമ്പര്യവാദ്യങ്ങളും സംഗീതോപകരണങ്ങളും പ്രയോജനപ്പെടുത്തി പാട്ടരങ്ങ് സംഘടിപ്പിക്കുക. ശേഖരിച്ചവ പതിപ്പാക്കുകയും വേണം. പാട്ടരങ്ങ് സംഘടിപ്പിക്കാനായി നമുക്ക് ഗോത്രഭാഷയിൽ എഴുതപ്പെട്ട രചനകൾ ശേഖരിക്കാം. 2-3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാട്ടരങ്ങിനായിട്ട് നിലാനിറപ്പെണ്ണും കാട്ടുകഥയും അശോകൻ മറയൂറിൻ്റെ, കോലു കൊമ്പു ശാന്തി പനക്കൻ, നലനോടി ബിന്ദു ഇരുളം. ഇതുപോലെ ധാരാളം പാട്ടുകൾ ഗോത്രഭാഷയിൽ എഴുതപ്പെട്ട രചനകൾ ശേഖരിച്ച് പാട്ടരങ്ങ് സംഘടിപ്പിക്കാം, അത് പതിപ്പാക്കുകയും ചെയ്യാം. അടുത്ത ചോദ്യം. പരിസ്ഥിതി പ്രമേയമായ കവിതകൾ കോർത്തിണക്കി ഓഡിയോ ആൽബം നിർമ്മിക്കുക. സ്കൂളിലെ റെക്കോർഡിംഗ് IT സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഓഡിയോ ആൽബം എന്നത് ചൊല്ലി നമുക്ക് ശേഖരിച്ച് വയ്ക്കാവുന്ന കവിതകളുടെ കൂട്ടമാണ്. അതിനായി ഏതാനും കവിതകൾ കൊടുത്തിട്ടുണ്ട്. ഒരു തൈ നടുമ്പോൾ ONV കുറുപ്പിൻ്റെയാണ്. ഒരു തൈ നടാം സുഗതകുമാരിയുടെ കവിതയാണിത്. സുഗതകുമാരിയുടെ മറ്റൊരു കവിതയാണ് ഒരു പാട്ടു പിന്നെയും. അയ്യപ്പ പണിക്കരുടെ കാടെവിടെ മക്കളെ, ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം, ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം. ഇവയെല്ലാം തന്നെ പരിസ്ഥിതി പ്രമേയമായ കവിതകളാണ്. കൂടുതൽ കവിതകൾ നിങ്ങൾക്ക് ശേഖരിച്ച് ഓഡിയോ ആൽബം തയ്യാറാക്കാവുന്നതാണ്. കവിതയുടെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.